ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ബ്ലാക്ക് നെയിൽ പോളിഷ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. വീട്ടിലുള്ള ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ബ്ലാക്ക് നെയിൽ പോളിഷ് ചെയ്യാൻ പറ്റുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ഗ്ലാസ് കണ്ടെയ്നർ എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പെട്ടെന്ന് എന്താ പറയുക, കളറ് പിടിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു കണ്ടെയ്നറാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഹെയർ ഡൈ ആണ്, ബ്ലാക്ക് കളറാണ് എടുക്കേണ്ടത്. ഇതിൽ കാണിക്കുന്ന അത്രയും മാത്രമേ ആവശ്യമുള്ളൂ, എന്നാൽ തന്നെ ബാക്കി വരും. അപ്പം അത്രയും പൗഡർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് വെള്ളം മിക്സ് ചെയ്യുക. ഇതൊരു പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം മിക്സ് ചെയ്യുന്നത്. വെള്ളം കൂടി പോകാൻ പാടില്ല. അപ്പോൾ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വിരലിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നഖത്തിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നഖം ഒന്ന് ക്ലീൻ ചെയ്യുക. മുന്നേ ഇട്ട നെയിൽ പോളിഷ് ഒന്നും ബാക്കിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആദ്യം നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് നെയിൽസ് ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ വിരലിൽ അപ്ലൈ ചെയ്തിട്ട്, ഇപ്പം ചില ഹെയർ ഡൈ എന്ന് വെച്ചാൽ 5 മിനിറ്റ് വെച്ചാൽ മതിയാവും, ചിലത് 10 മിനിറ്റ് വെക്കണം. അപ്പോൾ അതിൽ എത്രയാണോ ടൈം പറഞ്ഞിരിക്കുന്നത് അത്രയും ടൈം നമ്മൾ വെക്കണം. അപ്പോൾ എൻ്റെതിൽ 10 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം കയ്യിലത്തെ അതൊന്ന് ഡ്രൈ ആവുന്നത് വരെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നല്ല കട്ടിക്ക് ഇടുന്നതാണ് നല്ലത്. പിന്നെ നഖത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നഖത്തിൽ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ സൈഡിലത്തെ സ്കിന്നിലൊന്നും ആവാതെയും ശ്രദ്ധിക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിങ്ങനെ കട്ടിയായി വരുന്നുണ്ട്, തിക്കായി വരുന്നുണ്ട്. ആവശ്യത്തിന് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാനിത് 5 നഖത്തിൻ്റെ മേലെയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ മാക്സിമം 10 മിനിറ്റേ ആവുള്ളൂ. അപ്പോൾ ഇതിപ്പം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ്. അപ്പോൾ കുറേ ഭാഗമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഉണങ്ങിയതിന് ശേഷം ഞാനിപ്പം വാഷ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് 10 മിനിറ്റത്തെ പണിയാണ്. നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ നമുക്കൊരു 2 ആഴ്ചയൊക്കെ ഇത് നിൽക്കും. നമ്മളിപ്പോൾ നെയിൽ പോളിഷാണ് ഇടുന്നതെങ്കിൽ നഖം ഇങ്ങനെ നെയിൽ പോളിഷ് ഇടയ്ക്കുന്നൊക്കെ ഇളകി പോവില്ലേ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇത് നമ്മൾ മൈലാഞ്ചിയൊക്കെ കയ്യിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ പോവുക അതുപോലെയാണ്. നഖം വളരുന്നതിനനുസരിച്ചിട്ടാണ് ഇതിങ്ങനെ കയ്യിൽ നിന്ന് ഫെയ്ഡായി പോകുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ നഖത്തിൻ്റെ കളർ കണ്ടോ, നല്ല നല്ല ഭംഗിയിൽ നല്ല ഡാർക്ക് ബ്ലാക്ക് തന്നെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇതൊരു മാറ്റ് ഫിനിഷാണ് വരിക. അപ്പം നെയിൽ പോളിഷ് ഒന്നും ഇടാൻ പറ്റാത്തവർക്കും അതുപോലെ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കി കഷ്ടപ്പെടാനും വയ്യ എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീട്ടിലാരെങ്കിലും ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് നമുക്കിങ്ങനെ നഖത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം സാധാരണ ഹോം മെയ്ഡ് നെയിൽ പോളിഷ് ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഈ ഒരു സപ്പോർട്ടിന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. Thank you so much.